ഉമ്മ തൊള്ളട്ട് ഇക്കാക്കാന്റെ പ്രഷർ കേറി ഇവിടെ എത്തിയപ്പോ ബൂം. സ്കോർ എങ്ങനെ? വളരെ സൗമ്യതയില് ഇക്കാക്ക സ്കോർ ചെയ്യാൻ ശ്രമിച്ചതും ഒറ്റ പൊട്ടിക്കല്, വീട് വരെ കുലുങ്ങി. ഇക്കാക്കന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചലനോ? ഉണ്ടാവാതിരിക്കോ? ഉമ്മാന്റെ അല്ല മോന്, എല്ലാരും ചെയ് പൊത്തേണ്ടി വന്നു. ആ കള്ളപ്പന്നി ഇമ്മാനടിച്ചാ? എന്നാ ഇക്കാക്കന്റെ പൊടി പോലും കിട്ടൂല. കുരുക്കൾ ബാവൂട്ടിയുടെ മോളാ. അപ്പൊ ചെവി പൊത്തിയത്? ചീറലിർത്തണ്ടാ ചെങ്ങായി. പിന്നെങ്ങനെ നിന്ന്? നിർത്തിക്കോ അല്ലെങ്കിൽ ഇഞ്ഞും കിട്ടുന്ന പറഞ്ഞുമ്മ. അപ്പൊ സ്റ്റോപ്പിട്ട്. അപ്പൊ പരിപാടി അധികം നേരം നീണ്ടുന്നില്ല. ഇല്ല. ക്യാൻറ്റീൻ ലൈറ്റ് ഡിന്നറിന് ഉമ്മാനെ കൊണ്ടുപോകില്ല പറഞ്ഞതാണ് യുദ്ധത്തിന്റെ തുടക്കം. ആ ഇപ്പത്തെ സ്റ്റാറ്റസ് എങ്ങനെ? ആ കോലത്തില് ആ നേരത്തെ ഇക്കാക്കും ദീദിയും വീട് വിട്ടിറങ്ങി. ഇപ്പൊ റെന്റ് ഹൗസിലാ. അപ്പൊ ഞങ്ങൾക്ക് ഹാളിയൊക്കെ എടുക്കണ്ട, റൂം ബാക്ക്. പ്രശ്നം തീർന്നിട്ടില്ലേ? ഭാര്യക്ക് റെന്റ് ഹൗസ് പറ്റൂല, അത്ര സ്വന്തമായിട്ട് വീട് വേണം. അതൊന്നും ഇല്ലേ? അത് ഷെയർ അല്ലേ? അപ്പൊ പുതിയൊരു വീട് വേണം. നിങ്ങൾ ഈ വീട് പൈസ കൊടുത്തുണ്ടാക്കിയതാ? അല്ല, ഇതെനിക്ക് കണ്ടിട്ടതാ. പോക്കറ്റ് കീറാതെ എങ്ങനെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്ക? നല്ലതല്ലെങ്കിൽ ഏതും കീറും. കീറിക്കാത്തതുണ്ടാ? ബെയ്റ്റ് ഹോംസ് ഫോർ. വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക നിർമ്മാണ സമയത്ത് കൊടുത്താൽ മതി. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി. അതും പലിശൊന്നും ഇല്ലാതെ. അമേസിംഗ്. ഇന്റർനാഷണൽ ക്വാളിഫൈഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഗ്യാരണ്ടി ഉണ്ടാ? 10 വർഷത്തെ സ്ട്രക്ചർ വാറന്റി ഉണ്ട്. അപ്പൊ ഇക്കാക്കാന്റെ വീട് ബെയ്റ്റ് ഹോംസ് ഫോർ വക